ദുബായ് സൗത്ത് അല്ലെങ്കിൽ ദുബായ് സൗത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ദുബായ് സൗത്തിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്, എവിടെയാണ് ദുബായ് സൗത്ത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ദുബായ് സൗത്ത് എന്ന് പറയുന്നത് ബേസിക്കലി സദേൺ പാർട്ട് ഓഫ് ദുബായ് ആണ്. അതായത് ദുബായുടെ സൗത്ത് ഏരിയയാണ് നമ്മൾ ദുബായ് സൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ദുബായ് സൗത്ത് എന്ന് ചോദിച്ചാൽ ദുബായിലെ സിറ്റി, അതായത് ദുബായ് സിറ്റി പോർഷൻ ഓൾമോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളവിടെ പോയി ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. കാരണം അതിൻ്റെ പ്രൈസ് പോയിൻ്റൊക്കെ എക്സിറ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻട്രി എക്സിറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് അവിടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഐഡിയയാണ് നമ്മൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ആ ഏരിയ പിന്നെ ഒരു 4, 5, 10 വർഷം കഴിഞ്ഞ് ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റും. അതായത് നമുക്ക് വിൽക്കാനുള്ളൊരു ടൈം ആവും. ഫുള്ളി മെച്ചുവേർഡ് ആവും, ലൊക്കേഷൻ ഫുള്ളി മെച്ചുവേർഡ് ആവും, നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനും കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒരു നല്ല എമൗണ്ടിൽ അത് സെല്ല് ചെയ്യാനും പറ്റും, ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ എൻട്രി എക്സിറ്റ് പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദുബായിൽ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നിലവിലില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ലൊക്കേഷൻസും എക്സിറ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദുബായിലെ മേജർ ആയിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഷെയ്ഖ് സായിദ് റോഡാണ്. ഈ ഷെയ്ഖ് സായിദ് റോഡിനോട് ചുറ്റിപ്പറ്റിയുള്ള ലൊക്കേഷൻസ് മുഴുവൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ പോയി ഒരു പ്രോപ്പർട്ടി വാങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം അതിൻ്റെ പ്രൈസ് പോയിൻ്റ് ഒക്കെ ഒരു 4-5 ഇരട്ടി വിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 5 അല്ലെങ്കിൽ 10 ഇയേഴ്സ് മുമ്പ് വാങ്ങിച്ച ആൾക്കാർക്കാണ് ഇപ്പോൾ അതിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അന്ന് വാങ്ങിച്ചവർക്ക് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇനി പോയിട്ട് ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ഈ റോഡിനെ നമ്മൾ ഏതെങ്കിലും സൈഡിൽ ഇപ്പോൾ ഡൗൺ ടൗണിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ JLTയിലോ മറീനയിലോ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ആവും. അപ്പോൾ ഒരു ബിഗിനിങ് ഇൻവെസ്റ്റർ ദുബായിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ, അതായത് ഷെയ്ഖ് സായിദ് റോഡിനോട് ചേർന്നുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അവിടെ വരുന്ന ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡൗൺ ടൗൺ, ബിസിനസ് ബേ, അതുപോലെ കുറച്ചും കൂടെ നമ്മൾ ഷെയ്ഖ് സായിദ് റോഡ് മുമ്പോട്ട് വരുമ്പോൾ മറീന, JLT, ബ്ലൂ വാട്ടേഴ്സ്, അങ്ങനെയുള്ള ലൊക്കേഷൻസ്. ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ പാം ജുമേറ എന്നൊക്കെ പറയുന്ന ലൊക്കേഷൻ നമുക്കറിയാം, അതൊക്കെ ഒരു 10 times ഒക്കെ അപ്രീസിയേഷൻ. 2002 ഒരു 1 million dirhams കിട്ടിക്കൊണ്ടിരുന്ന വില്ലാസിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 30 million plus ആണ്. അപ്പോൾ അന്ന് വാങ്ങിച്ചവർക്കാണ് ഇന്ന് പ്രോഫിറ്റ്. അപ്പോൾ ഇന്ന് വാങ്ങിക്കാൻ അവിടെ പോയി കഴിഞ്ഞാൽ 30 million പ്ലസിന് ആരെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് പിന്നെ അപ്രീസിയേഷനുള്ളൊരു ഫാക്ടറില്ല, കാരണം അത് എക്സിറ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡെവലപ്പ് ചെയ്ത ലൊക്കേഷൻസിൽ, ദുബായിൽ ഡെവലപ്പ് ചെയ്ത ലൊക്കേഷൻസിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിലും ദുബായിൽ ഡെവലപ്പ് ആവാൻ പോകുന്ന ലൊക്കേഷൻ എവിടെയാണോ ഗവൺമെൻറ് ഒരു വിഷൻ, അതായത് ഇപ്പം പുതിയ എയർപോർട്ട് വരുന്നു അല്ലെങ്കിൽ പുതിയൊരു മെട്രോ മെട്രോ അനൗൺസ് ചെയ്യുന്നു, ആ ലൊക്കേഷനോട് ചേർന്നുള്ള ലൊക്കേഷൻസിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനായിരിക്കും ഒരു അപ്രീസിയേഷനുള്ള ഫാക്ടർ ഉള്ളത്. കാരണം അത് ഗവൺമെൻറ് അവിടെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി അവിടെ പർച്ചേസ് ചെയ്യുന്നു, വളരെ ചെറിയ വിലയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു, നല്ലൊരു പേയ്മെൻറ്റ് പ്ലാനിൽ പർച്ചേസ് ചെയ്യുന്നു, നല്ലൊരു ഡെവലപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, നമ്മളതിൻ്റെ വെയിറ്റ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ നടക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ്സ് ചെയ്യുന്നു. പേയ്മെൻറ്റ്സ് എല്ലാം നമുക്കറിയാം ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് ആ പേയ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റ്സും സേഫാണ്. നാട്ടിലെ പോലെ കോൺട്രാക്ടർക്കോ ഡെവലപ്പർക്കോ അല്ല നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുത്ത് ആ ഏരിയ ഡെവലപ്പായി, ആ ഏരിയയിലൊരു ഗവൺമെൻറ്റിൻ്റെ വിഷനുള്ളൊരു ഏരിയയാണ്. ഇപ്പം ദുബായ് സൗത്ത് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ച് തുടങ്ങിയത്. ദുബായ് സൗത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദുബായ് സൗത്തിൽ പുതിയ എയർപോർട്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എയർപോർട്ടാണ്. ആ എയർപോർട്ടിനെ വൈഡൻ ചെയ്ത് വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതൊരു 7 to 10 years ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ ഏരിയ അത്രയും മെച്യൂർഡ് ആവും. ഇപ്പോഴാണ് അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ്. അപ്പോൾ അതുകൊണ്ടാണ് ദുബായ് സൗത്തിൽ എല്ലാവരും പ്രോപ്പർട്ടി വാങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ ദുബായ് സൗത്തിൽ ഇപ്പോൾ പ്രോപ്പർട്ടി പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി വാങ്ങുമല്ലോ ചെയ്യേണ്ടത്. കാരണം അവിടെ എപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ മനസ്സിലാക്കുക, ദുബായിൽ ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയണം ഏത് ഡെവലപ്പറാണ് നല്ല ക്വാളിറ്റിയിൽ, നല്ല പേയ്മെൻറ്റ് പ്ലാനിൽ നമുക്ക് നാളെ അതിന് റീസെയിൽ ചെയ്യുമ്പോൾ. ദുബായിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വരുന്ന ആൾ ഏത് ഡെവലപ്പറാണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആ ഡെവലപ്പർ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നല്ല ഡെവലപ്പറിൻ്റെ ഈ എയർപോർട്ടിനോട് ചേർന്നുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ റൈറ്റ് നൗ. സോ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ദുബായിലെ മേജർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോഡാണ് ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറയുന്ന ഈ റോഡ് 2 എമിറേറ്റ് കണക്ട് ചെയ്യുന്നു, ഷാർജയും അബുദാബിയും കണക്ട് ചെയ്യുന്ന മേജർ റോഡാണ് ഷെയ്ഖ് സായിദ് റോഡ്, E11. അപ്പോൾ E11ൻ്റെ ഇപ്പോഴുള്ള ഓൾമോസ്റ്റ് ഏരിയാസ് ഒക്കെ ഡെവലപ്ഡ് ആണ്, അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി സദേൺ പാർട്ട്, അതായത് ഈ E11 അബുദാബിയിലേക്ക് കണക്ട് ആകുന്ന ആ ഏരിയയാണ് നമുക്ക് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോൾ പാം ജബലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. പാം ജബലി നമുക്കറിയാം പാം ജുമേറയുടെ 2 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിൽ ഓൾമോസ്റ്റ് അനൗൺസ് ചെയ്ത സെയിം ഡേയിൽ തന്നെ ഫുൾ സോൾഡ് ഔട്ടാണ്.
അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഒരു പ്രൊജക്റ്റാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആളുകൾ വാങ്ങിക്കുന്നത്. കാരണം ഇവിടെ പാം ജുമേറയിൽ 1 മില്യൺ വാങ്ങിച്ച പ്രോപ്പർട്ടീസിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 30 മില്യൺ ഒക്കെയാണ്. അതായത് 30 ടൈമൊക്കെയാണ് ഒരു 10 ഇയേഴ്സിൽ അപ്രീസിയേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാൻമേഡ് ഐലൻഡ് ആണ്. അത് ഗവൺമെൻറ്, ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ പാർട്ടാവുക എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരികളുടെ ഒരു വിഷൻ്റെ കൂടെയാണ് നമ്മൾ പാർട്ടാവുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആ പ്രൊജക്റ്റ് നടക്കുന്നതനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂ അപ്രീഷിയേറ്റ് ആവും. അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇനി നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതിൽ പ്രൈസ് വളരെ കൂടുതലാണ്. ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ നമ്മളൊരു എൻട്രി ലെവൽ ചിന്തിക്കുമ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ അല്ല. അതൊരു ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്നൊരു ഓപ്ഷനാണ് പാം ജബൽ അലി. അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഇത് ദയാർ എന്ന് പറയുന്ന ഗവൺമെൻറ് ഡെവലപ്പറിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബിൽഡിംഗ് ആണ്. ഇത് വരുന്നത് ജബൽ അലി ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. ഓൾറെഡി മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1 മില്യൺ താഴെ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്, പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും. 2 ബെഡ്റൂം 1.4 മില്യനേ ഉള്ളൂ, 3 ബെഡ്റൂം 1.7 മില്യനേ ഉള്ളൂ. ഇതിൽ നമുക്ക് 6 വർഷത്തെ പേയ്മെൻറ്റ് പ്ലാൻ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് അൺഒബ്സ്ട്രക്റ്റഡ് സീ വ്യൂവും കിട്ടും. അപ്പോൾ ഷെയ്ഖ് സായദ് റോഡിൽ ഒരു 2 ബെഡ്റൂം അതും 3 മില്യന് താഴെ അല്ലെങ്കിൽ 2 മില്യന് താഴെ 1.4 മില്യന് 6 വർഷത്തെ പേയ്മെൻറ്റ് പ്ലാനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഒരു ഗവൺമെൻറ് ഡെവലപ്പർ, സെമി ഗവൺമെൻറ് ഡെവലപ്പറിൽ നിന്നാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ദയാർ എലീവ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിൻ്റെ ഈ ലൊക്കേഷൻ. അപ്പോൾ ഈ ലൊക്കേഷനാണെങ്കിൽ ഞാൻ മെട്രോ സ്റ്റേഷൻ, ഷെയ്ഖ് സായദ് റോഡ്, സീ വ്യൂ, അതുപോലെ പുതിയ എയർപോർട്ട്. നമുക്ക് ഈ പുതിയ വരാൻ പോകുന്ന എയർപോർട്ടാണ് ഈ കാണുന്ന എയർപോർട്ട്. എന്നാണ് നമ്മുടെ അൽ മക്തും എയർപോർട്ട് എന്ന് പറയുന്ന എയർപോർട്ട്. ഈ എയർപോർട്ടിന് ഏകദേശം 10 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അപ്പം ഇപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദയാർ എലീവ്. 10% ഡൗൺ പേയ്മെൻറ്റും 4% രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് സൗത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ദുബായിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദയാർ എലീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റഗറി ഡെവലപ്പറാണ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ്. ഇമാർ, മീറാസ്, നഖീൽ, ദയാർ, അൽവാസൽ, ദുബായ് പ്രോപ്പർട്ടീസ്. ഈ ഒരു 6-7 ഡെവലപ്പേഴ്സാണ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ്. അപ്പം അവരുടെ നിന്ന് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്നും അതിനൊരു അപ്രീസിയേഷനുള്ള ഫാക്ടർ ഉണ്ടാവും, അതുപോലെ ക്വാളിറ്റി ഉണ്ടാവും, നല്ല പ്രൈസിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിലൊരു ഓപ്ഷനായിരുന്നു ഇപ്പോൾ പറഞ്ഞ ദയാർ എലീവ്. പിന്നെ നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇമാറിൻ്റെ കുറച്ച് ഓപ്ഷൻസ്. ഇപ്പോൾ ഈ കാണുന്ന ഏരിയയാണ് ആക്ച്വലി പുതിയ എയർപോർട്ട് വരുന്ന അൽ മക്തും എയർപോർട്ട് വരുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയോട് ചുറ്റിപ്പറ്റി നമുക്ക് പുതിയ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് കാണാം. നമുക്കിവിടെ ഈ കാണുന്നതൊക്കെ പുതിയ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളാണ്. ഇതിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദുബായ് ഫോക്കസ് ചെയ്യുന്ന ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ വളരുന്നതനുസരിച്ചിട്ട്, ആ ലൊക്കേഷൻ ഡെവലപ്പ് ആകുന്നതനുസരിച്ചിട്ട് ആ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ പ്രൊജക്റ്റ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ദയാർ എലീവ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ഫസ്റ്റ് പ്രൊജക്റ്റ് ഈ കാണുന്നത് അസീസിയുടെ വെനീസ് എന്നൊരു പ്രൊജക്റ്റാണ്. അതൊരു നല്ലൊരു മാസ്റ്റർ കമ്മ്യൂണിറ്റിയാണ്. ടൗൺ ഹൗസസ്, വില്ലാസസ്, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു വലിയൊരു മാസ്റ്റർ കമ്മ്യൂണിറ്റിയാണ് അസീസി വെനീസ് എന്ന് പറയുന്നത്. അസീസിയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്വാളിറ്റി അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ അത്ര നല്ലൊരു പേരില്ല. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചിന്തിക്കുന്ന ഒരാൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് അസീസി വെനീസ് എന്ന് പറയുന്നത്. കമ്പയർ ടു നമ്മളൊരു ഇപ്പം ഡെവലപ്പേഴ്സിൻ്റെ കാറ്റഗറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഡെവലപ്പറാണ് അസീസി എന്ന് പറയുന്നത്. പക്ഷേ അസീസി ഈ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ ചെറിയ പ്രൈസിന് അസീസി വെനീസിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എംആർ സൗത്ത് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ആക്ച്വലി ദുബായ് സൗത്തിലെ ഏറ്റവും ആദ്യം ഫുള്ളി കംപ്ലീറ്റഡ് ആയി മെച്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ദുബായിൽ എംആർ സൗത്ത് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി എയർപോർട്ടിനോട് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ അന്ന് എയർപോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് പ്രോപ്പർട്ടി ഇവിടെ പ്ലാൻ ചെയ്ത് വാങ്ങിച്ചവർക്കാണ് ഇപ്പോൾ പ്രോഫിറ്റ്. അന്ന് 900,000 നമുക്ക് ടൗൺ ഹൗസസ് അവൈലബിൾ ആയിരുന്നു വിത്ത് ലാൻഡ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 2.3 മില്യനൊക്കെയാണ്. ഒരു 1 ഇയർ ബാക്ക് 1.4 മില്യൺ വരെ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ 2 മില്യന് താഴെ അവൈലബിൾ അല്ല. അപ്പോൾ ഈ 2 ഓപ്ഷൻസും നമുക്ക് ഇനി എന്താ പറയുക, ഇതിൽ അസീസി വെനീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എംആർ സൗത്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ചെറിയ പുതിയ ഫേസസ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് എംആർ ഫേസ്. പിന്നെ എയർപോർട്ടിനോട് ചേർന്ന് കാണുന്ന ഈ സൗത്ത് ലിവിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം വരുന്നുണ്ട് അപ്കമിങ്. പക്ഷേ പ്രൈസൊക്കെ കോമ്പറ്റേറ്റീവ് പ്രൈസാണ്. കമ്പയർ ടു ഇപ്പോൾ ദയാർ എലീവ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. കുറച്ച് അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വരാൻ പോകുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ദുബായിലെ റിപ്പോർട്ടാജ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ്. റിപ്പോർട്ടാജിൻ്റെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കാണ് ഈ കാണുന്നത്. അതായത് DIP എന്ന് പറയും. എയർപോർട്ടിന് അടുത്ത് തന്നെയാണിത്.
ഈ ലൊക്കേഷനിൽ നമുക്ക് ആക്ച്വലി ഫ്രീ ഹോൾഡ് അല്ലാതെ ലീസ് ഹോൾഡാണ്. ലീസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 99 years ഉള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ ഫ്യൂച്ചറിൽ അത് ഫ്രീ ഹോൾഡ് ആക്കും എന്നൊരു കൺഫർമേഷൻ ഉള്ളതുകൊണ്ട് അവർ അത് സെല്ല് ചെയ്യുന്നുണ്ട്. അവർ ടൗൺ ഹൗസസ് വെർദാന എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ടൗൺ ഹൗസസ് അവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നല്ല പേയ്മെൻറ്റ് പ്ലാനാണ്. 1.4 million 1.9 million അവൈലബിൾ ആണ്. പക്ഷേ റിപ്പോർട്ടാജ് എന്ന് പറയുന്നത് അത്രയും ഇപ്പം പോലെ എഗെയിൻ ഒരു തേർഡ് കാറ്റഗറി ഡെവലപ്പറാണ്. ഒരു ഫസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവലപ്പർ അല്ല റിപ്പോർട്ടാജ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡമാക്കിൻ്റെ റിവർ സൈഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇത് ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്തിരുന്നു. 80-90% സോൾഡ് ഔട്ട് ആണ്. സ്റ്റിൽ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ഇനിയും പുതിയ യൂണിറ്റ്സ് അവർ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 4 bedroom ടൗൺ ഹൗസ്, ഒരു 2500 square feet ബിൽട്ടപ്പ് ഏരിയയും 2000 പ്ലോട്ട് ഏരിയ ഉള്ള അത്യാവശ്യം വലിയൊരു ടൗൺ ഹൗസ്. നമ്മുടെ നാട്ടിൽ വീടെന്നൊക്കെ പറയുന്ന പോലെ ഒരു കൺസെപ്റ്റുള്ള ഒരു ടൗൺ ഹൗസിന് ഏകദേശം ഒരു 2.2-2.3 million സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റും. എന്നാലും 2.3 എന്ന് പറയുന്നത് 2.7 2.8 പോകുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പ്ലോട്ട് ഏരിയ ഉള്ള നമുക്ക് യൂണിറ്റ്സ് ടൗൺ ഹൗസസ് ഡമാക്കിൽ ഈ റിവർ സൈഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. മനസ്സിലാക്കുക, ഇതെല്ലാം ഈ ഒരു എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് ഇതൊന്നും ആയിരിക്കില്ല. അതാണ് ദുബായിയുടെ ഹിസ്റ്ററി. ഒരു 3-4 ഇരട്ടി വരെയൊക്കെ ചിലപ്പോൾ പ്രൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ ഒരു ലൊക്കേഷനിൽ ദുബായ് ഹിൽസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ 3-4 million ഒക്കെ ടൗൺ ഹൗസസ് വില്ലാസൊക്കെ അവൈലബിൾ ആയിരുന്നു ഒരു 7 years ബാക്ക്. ഇപ്പോൾ അത് 14-16-17 million ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദുബായിൽ ഇതുപോലെ വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസിൽ വരുന്ന പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു സേവിങ്സും നല്ലൊരു പ്രോഫിറ്റും നല്ല റിട്ടേൺസും ഉണ്ടാക്കാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഡമാക്കിൻ്റെ റിവർ സൈഡ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമാർ ഹൈറ്റ്സ് ആണ്. ഇമാറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സ് കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടാണ്. റിയൽ ആയിട്ട് യൂണിറ്റ്സ് ദുബായിൽ സോൾഡ് ഔട്ട് ആവുന്ന ഒരേ ഒരു ഡെവലപ്പർ ഇമാറാണ്. ബാക്കി എല്ലാവരും EOE അതുപോലെ പല കൺസെപ്റ്റ് കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കുമെങ്കിൽ പോലും സോൾഡ് ഔട്ട് ആയെന്ന് പറഞ്ഞാൽ പോലും യൂണിറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു 4 ദിവസം കഴിഞ്ഞ് ലോഞ്ച് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ പിന്നെ യൂണിറ്റ്സ് ഇൻവെൻട്രിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇമാറാണ് ആക്ച്വൽ സോൾഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ദുബായിൽ ഇമാറിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് മാത്രമാണുള്ളത്. കാരണം ഇമാറാണ് ദുബായിലെ നമ്പർ 1 മാസ്റ്റർ ഡെവലപ്പർ. അത് കഴിഞ്ഞ നഖീൽ. ഈ 2 കമ്മ്യൂണിറ്റിയാണ് ഈ 2 ഡെവലപ്പേഴ്സാണ് ദുബായിലെ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമാർ ഹൈറ്റ്സ് ഈ ഒരു ലൊക്കേഷൻ സ്ട്രാറ്റജി ലൊക്കേഷനാണ്. ഇനി അതിൻ്റെ പുതിയ ഫേസുകൾ വരുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് ഈ പറയുന്ന പ്രൈസ് റിവർ സൈഡിനേക്കാളും ഒരല്പം കൂടുതലായിരിക്കും. എന്നാലും ഇമാർ എന്ന് പറയുന്നത് ബ്രാൻഡാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഓപ്ഷനാണ്. ഇത് നമ്മുടെ നല്ലൊരു പുതിയ മാസ്റ്റർ കമ്മ്യൂണിറ്റി ഇമാറിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മാസ്റ്റർ കമ്മ്യൂണിറ്റി ഇമാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും നല്ല കമ്മ്യൂണിറ്റീസാണ്. ഇവിടെയാണ് നമ്മുടെ നഷാമ ടൗൺ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വരുന്നത്. നല്ല കമ്മ്യൂണിറ്റിയാണ് ഇതും ഓൾമോസ്റ്റ് ഫുള്ളി മെച്യൂർഡ് ആണ്. സ്റ്റിൽ അവിടെ പുതിയ ചെറിയ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ അത് ഒരു 20 minutes എവേ ഫ്രം എയർപോർട്ടാണ്. എങ്കിലും നമുക്കത് കൺസിഡർ ചെയ്യുമ്പോൾ ദുബായ് സൗത്ത് പോർഷനിലേക്ക് തന്നെയാണ് അത് വരുന്നത്. അവിടെ പ്രൈസ് വളരെ കുറവാണ്. അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഒരു 1.1 million ഒക്കെ അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ടൗൺ ഹൗസസ് ഒക്കെ ആണെങ്കിൽ ഒരു 2.5-2.9 million ഒക്കെ സെക്കൻഡറി മാർക്കറ്റിൽ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റോഡ് നമ്മൾ ഹിസ സ്ട്രീറ്റ് നേരെ വരുമ്പോൾ റോഡാണ്. ഈ റോഡ് എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ലഗൂൺസ്. നമ്മുടെ ഡമാക് ലഗൂൺസ് ദുബായിൽ ഏറ്റവും അധികം പേര് കേട്ട ഒരു പ്രൊജക്റ്റാണ് ഡമാക് ലഗൂൺസ് എന്ന് പറയുന്നത്. ഡമാക്കിൻ്റെ ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റി ഡിഫറെൻറ്റ് ബീച്ചുകളുടെ ഒരു റെപ്ലിക്ക എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തിരുന്നത്. അപ്പം അതിൽ ഒരു നല്ല കമ്മ്യൂണിറ്റികളായിരുന്നു. സാന്റോറിനി, വെനീസ് എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റികളാണ് അവർ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. കോവിഡ് ടൈം കഴിഞ്ഞ് റിലീസായ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രൈസുകൾ വളരെ കുറവായിരുന്നു. 1.4 million 1.6 million ഒക്കെ 4 bedroom ടൗൺ ഹൗസ് ആ ടൈമിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 3 million+ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ദുബായിൽ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതും, അതായത് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഡമാക് ലഗൂൺസ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി. പിന്നെ ഡമാക്കിൻ്റെ D1 എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഈ കാണുന്നത്. അതും ഓൾമോസ്റ്റ് പ്രൈസൊക്കെ അപ്രീഷിയേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ളത് തിലാൽ അൽഗാഫ് എന്ന് പറയുന്ന മാജിദ് അൽ ഫുത്തൈമിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. മാജിദ് അൽ ഫുത്തൈം നല്ലൊരു ഡെവലപ്പറാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു സൗത്ത് ഏരിയയിൽ ഇപ്പം ഇനി വരാൻ പോകുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ദുബായിലൊരു പ്രോപ്പർട്ടി ഒരു നല്ലൊരു ലാൻഡും നല്ലൊരു വീടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൗൺ ഹൗസ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഡമാക് ഹിൽസ് 2 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനാണ്. ഇത് സിറ്റിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പാം ജുമേറ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 35 minutes, ഡൗൺ ടൗൺ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 45 minutes ഡിസ്റ്റൻസ് ഉള്ളൊരു ലൊക്കേഷനാണ് ഡമാക് ഹിൽസ് 2. പക്ഷേ 6000 പേര് ഇപ്പം നിലവിൽ അവിടെ താമസിക്കുന്നുണ്ട്.
വളരെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ എത്തിച്ചേരാനുള്ളൊരു ഡിസ്റ്റൻസ്. പക്ഷേ ദുബായിൽ ട്രാഫിക് ആ റോഡിൽ ഇപ്പം ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മേജറായിട്ട് ഈ ഒരു അലൈൻ റോഡ് എന്ന് പറയുന്ന ഒരു റോഡ് വഴിയാണ് എല്ലാവരും എത്തുന്നത്. പിന്നെ നമുക്ക് വേറെ 2-3 റോഡ്സ്, അതുപോലെ പുതിയ 2-3 റോഡ്സ് ഓപ്പൺ ആവുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഡമാക്കിൾസ് 2 ഇപ്പോൾ വളരെ 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 പ്രൈസ് കുറവാണ്. ഞാൻ പറഞ്ഞു നേരത്തെ 4 ബെഡ്റൂം അല്ലെങ്കിൽ 5 ബെഡ്റൂം ടൗൺ ഹൗസുകളുടെ പ്രൈസ് എന്ന് പറയുന്നത് 2 മില്യൺ ദിർഹംസ് ആണ്. സിറ്റിയിൽ, അതായത് ദുബായ് സിറ്റിയിൽ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് പോലും ആ പ്രൈസിന് കിട്ടില്ല. ആ പ്രൈസിന് നിങ്ങൾക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ബെഡ്റൂം ടൗൺ ഹൗസ് അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് വില്ല നിങ്ങൾക്ക് ആ പ്രൈസിൽ, ഇൻക്ലൂഡിങ് പ്ലോട്ട് ഏരിയ ഏകദേശം 3000, ബിൽട്ടപ്പ് ഏരിയ ഏകദേശം 3000, പ്ലോട്ട് ഏരിയ ഏകദേശം 2500 സ്ക്വയർ ഫീറ്റുമുള്ള വളരെ വലിയ ടൗൺ ഹൗസുകൾ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും. നല്ല റിട്ടേൺസും ഫ്യൂച്ചറിൽ. ഈ പറഞ്ഞ റോഡൊക്കെ നമുക്കിത് കംപ്ലീറ്റ് RTO ഓൾറെഡി റോഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ റോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡമാക്കിൾസ് 2ൻ്റെ പ്രൈസ് 100% ഒരു ചിലപ്പോൾ 2 ഇരട്ടി വരെ നമുക്കൊരു 3 വർഷത്തിൽ അപ്രീസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു 6000 പേര് താമസിക്കുന്നതും 140-ന് മുകളിൽ അമ്യൂണിറ്റീസ് ഉള്ള ഒരു അടിപൊളി കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഇതിൽ പിൻ ചെയ്യാം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ദയാർ എലീവ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ബിൽഡിംഗ് ആണ്, നല്ലൊരു ബിൽഡിംഗ് ആണ്. ജബലയിൽ ഡൗൺ ടൗണിൽ വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. 1 മില്യന് താഴെ 1 ബെഡ്റൂം കിട്ടും. 6 വർഷത്തെ പേയ്മെൻറ്റ് പ്ലാനും ഉണ്ട്. ഷെയ്ഖ് സായദ് റോഡിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. മെട്രോ സ്റ്റേഷൻ്റെ നേരെ മുമ്പിലാണ്. അപ്പാർട്ട്മെൻറ്റൊക്കെ CB ഉണ്ട്. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഇപ്പോൾ ദുബായിലില്ല. കാരണം അത് നല്ലൊരു ഫസ്റ്റ് കാറ്റഗറി ഡെവലപ്പറും കൂടെയാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് സൈഡ് എന്ന് പറയുന്ന ഡമാക്കിൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി, ഇമാർ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി 3, 4 നമ്മുടെ ഡമാക് ഹിൽസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഈ ഒരു 4-5 കമ്മ്യൂണിറ്റികളാണ് ആക്ച്വലി നമുക്ക് ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു അപ്രീസിയേഷനും നല്ലൊരു റിട്ടേൺസും നല്ലൊരു സേഫ്റ്റിയും ഓഫർ ചെയ്യുന്ന 3 കമ്മ്യൂണിറ്റി. പിന്നെ നമ്മൾ അഫോർഡബിൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ACC വെനിസും നല്ലൊരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം അത് സൗത്തിലാണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് നല്ലൊരു കൺസെപ്റ്റാണ്. അതുപോലെ കംപ്ലീറ്റ് ചെയ്ത് ഡെലിവർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു അപ്രീസിയേഷൻ അവിടെയും ഉണ്ടാവും. പ്രൈസും കുറവാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ദുബായ് സൗത്തിനോട് ചേർന്ന് വരുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സും. അപ്പോൾ നമുക്ക് ഈവൻ ഇവിടെ ഇമാർ വാലി ഉണ്ട്. പക്ഷേ ഇമാർ വാലി സൗത്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കുറച്ച് വേറൊരു ലൊക്കേഷനിലായിട്ട് വരിക. അപ്പോൾ പക്ഷേ അതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറ്റിയ ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് റിയലി ഒരു ദുബായിലൊരു പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുണ്ട്, നിങ്ങൾ എൻട്രി ലെവലിലായിക്കോട്ടെ, നിങ്ങളൊരു ലക്ഷറി സെഗ്മെൻറ്റിലായിക്കോട്ടെ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് റൈറ്റായിട്ട് നിങ്ങളുടെ ഫൈനാൻസിനും നിങ്ങളുടെ ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവിനും റൈറ്റായിട്ട് വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കതെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾക്കും ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ച് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരുന്നതാണ്.